ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉച്ചയൂണാണ്. സമയമില്ലാത്തപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ എളുപ്പത്തിലൊരു ഊണ്. ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മോരുകറി, ബീട്രൂട്ട് തോരനും അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മുട്ട റോസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഊണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മുട്ട റോസ്റ്റിനുള്ള മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 ലിറ്ററിൻ്റെ ഒരു തൈര് പാക്കറ്റാണ്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടൊരു മിക്സി ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുവാണേ, അല്ലെങ്കിൽ നന്നായിട്ട് തിക്കായിട്ടിരിക്കും നമ്മുടെ തൈര്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കട്ടകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ മോര് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നു. കട്ടകളൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മോര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ചെറിയ കഷ്ണം മതി, 1 ഇഞ്ചോളം മതിയാകും. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചച്ചവയൊന്ന് മാറിക്കെട്ടണം. ഇത് എളുപ്പത്തിലുള്ള മോരുകറിയാണ്. തേങ്ങയൊന്നും അരയ്ക്കാതെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരുകറി. ഇപ്പം നമ്മൾ ചേർത്തതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചാൽ മതി. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറണവരെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ മോര് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കട്ടകളൊക്കെ ഉടച്ച് വെച്ച മോര്. ഇപ്പോൾ തീ കുറച്ച് വെച്ചാൽ മതി. മോര് തിളയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മോര് അത്യാവശ്യം നല്ല പുളിയുള്ള മോരായിരിക്കണം, അപ്പോൾ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ മോര് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം. ഇത് മാറ്റി വയ്ക്കാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 10-15 ഉലുവ. കടുക് ഉലുവയും പൊട്ടി വന്ന ശേഷം ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ പൊടികളുടെ പച്ചമണം മാറിക്കോളും. ഇനി ഇത് നമ്മുടെ മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മുടെ ഈസി മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പം ഒരു വലിയ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഗോൾഡൻ കളറാകണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി തീ നന്നായിട്ട് സിമ്മിലേക്ക് മാറ്റാം. നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്തണം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി, 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതി. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റോളം ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതാ ഒരു 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ അതാ നോക്കിയാൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണേ. ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ മുട്ട റോസ്റ്റിന്. ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 3 മുട്ടയും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഇപ്പം മുട്ടയും മസാലയും കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് തോരനുണ്ടാക്കാം. ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ബീട്രൂട്ടാണ്. അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചോപ്പറിലിട്ടാണ് ചോപ്പ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യാതെ ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കനം കുറച്ച് കൊത്തി അരിഞ്ഞെടുക്കാം. ഇതൊരു ചോപ്പറിലേക്ക് ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ബീട്രൂട്ട് ചോപ്പ് ചെയ്തെടുത്തു. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ബീട്രൂട്ടിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ മതി. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ബീട്രൂട്ടിൽ തന്നെ ഒത്തിരി വെള്ളമുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണേ. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് തുറന്ന് ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 10 ചെറിയ ഉള്ളി ചതച്ചത്, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി. ഇത് നമ്മുടെ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നന്നായിട്ടൊരു ഗോൾഡൻ കളറാകണം. അപ്പോൾ അതാ നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുവാണ്. നമ്മുടെ വറ്റൽ മുളക് ചതച്ചത്. ഇപ്പോൾ ചെറിയ തീയിലാണ് വച്ചേക്കണത്. അതും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മുളകും കൂടെ ഒന്ന് മൂത്ത് വരണം. ഇപ്പം നമ്മുടെ മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. തേങ്ങയുടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ചെറിയ തീയിലാണ് വെച്ചേക്കണത്. തേങ്ങയുടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് പോകണം. ഇപ്പം നമ്മുടെ തേങ്ങയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ വെച്ച് തന്നെ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ തോരൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തോരൻ്റെ വെള്ളമയൊക്കെ മാറിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ചോറ് വിളമ്പാം. നമുക്കൊരു സൈഡിൽ തോരൻ വയ്ക്കാം. നമ്മുടെ ഈസി ആയിട്ടുള്ള
മുട്ട റോസ്റ്റ്, മോരുകറി ഒഴിക്കുവാണേ. ഒരു പീസ് നാരങ്ങാച്ചാറും കൂടെ വെച്ച് കൊടുക്കുവാണേ. നാരങ്ങാച്ചാറിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ എളുപ്പത്തിലുള്ള ലഞ്ച് മെനു. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ആ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് നിങ്ങളെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.